കൈരളി ന്യൂസ് ബ്രേക്കിംഗ് ആണ്. പ്രസവശേഷം ആശുപത്രിയിൽ നിന്നും വീടുകളിലേക്ക് മടങ്ങാനുള്ള അമ്മയുടെയും കുഞ്ഞിന്റെയും യാത്രാ ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കുന്ന മാതൃയാനം പദ്ധതി പ്രതിസന്ധിയിൽ. പദ്ധതി പ്രകാരം സർവീസ് നടത്തിയ ടാക്സി ഡ്രൈവർമാർക്ക് 3 മാസമായി ഇതുവരെ സർക്കാർ ടാക്സി ചാർജ് നൽകിയിട്ടില്ല എന്നതാണ് ആ പ്രതിസന്ധിക്ക് കാരണം. അതായത് പുതിയ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാതൃയാനം പദ്ധതിയിലെ ടാക്സി ഡ്രൈവർമാർക്ക് അവരുടെ ടാക്സി ചാർജ് നൽകിയിട്ടില്ല. അവരുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു ഈ ഓണക്കാലത്ത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ വാർത്ത. ആദ്യം നമുക്ക് അവർക്ക് പറയാനുള്ളത് കേൾക്കാം. തീരുമാനം നമ്മളെ തൊഴിലാളികൾക്ക് എന്ത് പണം കൊടുക്കാൻ കഴിയും എന്നുള്ളൊരു തീരുമാനം അവർക്ക് പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. പെട്രോളിനും ഡീസലും അടിച്ചു ഓടുന്ന വാഹനങ്ങൾക്ക് പണം കൊടുക്കാനില്ല. പെട്രോൾ പമ്പുകളിൽ വാഹനങ്ങൾക്ക് അടവുകളുള്ള വാഹനങ്ങൾക്ക് അടയ്ക്കാൻ കഴിയുന്നില്ല ഈ മാതൃയാനം ഓടുന്നത് കൊണ്ട്. നമ്മളെ ഈ ടാക്സി മേഖലയിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് മാത്രമാണ് ഈ അനുഭവം നമ്മൾ നേരിടുന്നത്. പല പ്രാവശ്യങ്ങളായിട്ട് മാസം 2 തവണയായിട്ട് പണം തരാമെന്നാണ് നമ്മളുടെ എഗ്രിമെൻറ്റിൽ. ഈ മാസം 2 തവണ കഴിഞ്ഞിട്ടും നമുക്ക് പണമില്ല. 2-ാം മാസം ചെല്ലുന്നാലും പണമില്ല. കുറേ NHM ഓഫീസിലേക്ക് പോകണമെന്ന് പറയും. NHM എന്ന് ഒരു പറയും, നിങ്ങൾ സൂപ്രണ്ട് ഓഫീസിലാണെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കുക ചെയ്യുന്നത്. പാതിരാത്രിയിലാണ് ഈ ഇടിയും മഴയും ഉള്ള സമയത്ത് വയനാട്ടിലേക്ക് അടക്കം രോഗികളെ, ഈ അമ്മയും കുഞ്ഞും പ്രസവിച്ചു പോകുന്ന കുട്ടികളെ കൊണ്ട് പോകുന്നത്. തിരിച്ചു വരാൻ കഴിയാത്ത സാഹചര്യം പിറ്റേ ദിവസമാണ് അവിടെ നമുക്ക് തിരിച്ചു പോകാൻ വന്നിട്ടുള്ളത്. ഇത്തരം സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ തൊഴിലെടുത്ത കൂലി പോലും നമുക്ക് കിട്ടാത്ത സാഹചര്യം. നമ്മൾ ആരെ മുന്നിലാണ് നമ്മളത് അർപ്പിക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ടെൻഡർ വ്യവസ്ഥ പാലിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഓണം ഉൾപ്പെടെയുള്ള ഇതുപോലുള്ള വിശേഷ നാളുകൾ കടന്നു വരുന്ന സമയത്ത് മുൻകൂട്ടി കാണാനും അതിന് പണം ആവശ്യമായത് നീക്കി വെക്കാനും നൽകാനും എല്ലാം ബന്ധപ്പെട്ട അധികൃതർക്ക് കഴിയേണ്ടതാണ്. അങ്ങനെ ഒരു ശ്രമം അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. നമ്മൾ ഇങ്ങനെ ഒച്ച വെക്കുകയും ഓഫീസിൽ പോവുകയും പറയുകയും ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അവർ ആ നിലയിലുള്ള ഒരു ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇനി 3 മാസത്തിൽ കിട്ടാനുണ്ട്. അതായത് ഈ ആഗസ്റ്റ് മാസം ഉൾപ്പെടെയുള്ള 3 മാസത്തെ പണമാണ് ഇനി ലഭിക്കാനുള്ളത്. പുതിയ സർക്കാർ അധികാരമേറ്റിട്ടും 3 മാസമാകുന്നു. ആ 3 മാസത്തെ പണമാണ് ആ മനുഷ്യർക്ക് കിട്ടാനുള്ളത്. അവരുടെ എത്ര ആവശ്യങ്ങളാണ്. ഓണം മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ വാഹനത്തിൻ്റെ CC അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്, അവരുടെ കുടുംബ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ പരിഹരിച്ചു പോന്നിരുന്നത്. ആ വരുമാനമാണ് ഇല്ലാതായിരിക്കുന്നത്. മാതൃയാനം എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ കഴിഞ്ഞ LDF സർക്കാർ കൊണ്ടുവന്ന ആ അഭിമാന പദ്ധതിയും ഇല്ലാതാവുകയാണോ? ആ സംശയമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. ലതീഷ് കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലതീഷ്, ഗുഡ് മോർണിംഗ്. ലതീഷ്, ഓണക്കാലത്ത് ആ മനുഷ്യരുടെ വേദനയും സങ്കടവുമാണ് കേൾക്കാനുള്ളത്. അവരുടെ ആവശ്യങ്ങളൊക്കെ മുടങ്ങിയിരിക്കുകയാണ്. അവരുടെ അറിയാമല്ലോ, ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വേണം വാഹനത്തിൻ്റെ CC അടവ്, കുടുംബകാര്യങ്ങൾ ഒക്കെ മീറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല. 3 മാസമായി പണം അനുവദിച്ചിട്ടേയില്ല. എന്താണ് സംഭവിക്കുന്നത് ലതീഷ്? മനു, ടാക്സി ഡ്രൈവർമാർ മാതൃയാനം പദ്ധതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവീസ് നടത്തുന്ന 2 ഡ്രൈവർമാരുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ നിലയിൽ 60 ടാക്സി ഡ്രൈവർമാർ ഈ നിലയിൽ പ്രതിസന്ധിയിലാണ്. 1 ലക്ഷം രൂപ വരെ ലഭിക്കാനുള്ള ആളുകളുണ്ട്, ചെറിയ തുകയും ലഭിക്കാനുള്ള ആളുകളുണ്ട്. കാരണം ഓരോരുത്തർക്കും ഓരോ നിലയിലുള്ള നിരക്കാവും ലഭിക്കാനുണ്ടാവുക. കാരണം വയനാട്ടിലേക്ക് പോകുന്ന ആളുകളുണ്ട്, അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ തൊട്ടടുത്ത സ്ഥലങ്ങളിലേക്ക് അമ്മയെയും കുഞ്ഞിനെയും കൊണ്ടുവിടുന്ന ആളുകളുണ്ട്. ആ നിലയിൽ ഓരോരുത്തർക്കും ലഭിക്കാനുള്ളത് വ്യത്യസ്ത തുകകളാണ്. എന്നാൽ 1 ലക്ഷം രൂപ വരെ ലഭിക്കാനുള്ള ആളുകളുണ്ട്. കരാർ പ്രകാരം ശരിക്ക് 1 മാസത്തിൽ 2 തവണയായി ഇവർക്ക് പണം നൽകണം എന്നാണ് വ്യവസ്ഥ. അത് നൽകാറില്ല. എങ്കിൽ പോലും കഴിഞ്ഞ നാളുകളിലൊക്കെ പണം 1 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓണമായി, ഓണക്കാലത്തേക്കെങ്കിലും കുടിശ്ശിക പൂർണ്ണമായും ലഭിക്കും എന്നായിരുന്നു ഇവർ പ്രതീക്ഷിച്ചത്. എന്നാൽ കുറഞ്ഞ കുടിശ്ശിക മാത്രമാണ് ഇവർക്ക് നൽകാനായത്. 3 മാസത്തെ കുടിശ്ശിക, അതായത് ജൂൺ, ജൂലൈ, ആഗസ്റ്റ് ഈ മാസം വരെയുള്ള 3 മാസത്തെ കുടിശ്ശിക ഇപ്പോൾ പെൻഡിംഗ് ഉണ്ട്. ഓണമായി ഇന്നൊരു ദിവസം മാത്രമാണ് ഇനി വർക്കിംഗ് ഡേ എന്നുള്ള നിലയിൽ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലാണ് ഡ്രൈവർമാർ.
കോഴിക്കോടാണ് അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഡ്രൈവർമാർ മാതൃയാനം പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബർ മാസം മുതൽ അടുത്ത ഘട്ട ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയാണ്. ഈ നിലയിൽ വലിയ പ്രതിസന്ധിയിലാണ് ഡ്രൈവർമാർ അകപ്പെട്ടിരിക്കുന്നത്. നേരത്തെ സംസാരിച്ച ഡ്രൈവർ സൂചിപ്പിച്ച പോലെ തന്നെ വയനാട്ടിലേക്കും കണ്ണൂരിലേക്കും മലപ്പുറത്തേക്കുമൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും മാതൃയാനം പദ്ധതി വഴി പ്രസവം കഴിഞ്ഞ് അമ്മയെയും കുഞ്ഞിനെയും സുരക്ഷിതമായി വീട്ടിലെത്തിക്കാനുള്ള ബാധ്യത ഈ ഡ്രൈവർമാർ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ധനം ഇവരുടെ കയ്യിൽ നിന്ന് പണമെടുത്താണ് വാഹനത്തിലടിക്കുന്നത്. ഒപ്പം വാഹനത്തിൻ്റെ ഇൻഷുറാണെങ്കിലും അതേപോലെ തന്നെ മറ്റ് തുകയാണെങ്കിലുമൊക്കെ ഇവരുടെ അധ്വാനത്തിൽ നിന്ന് തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ബാധ്യത കൂടി ഈ കുടിശ്ശികാവുന്നതോടുകൂടി ഇവർക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് ജില്ലകളിലും ഈ രീതിയിലുള്ള സാഹചര്യം തന്നെയാണ് ഈ മാതൃയാന പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഓണമാകുമ്പോഴേക്കെങ്കിലും അല്ല ലതീഷ്, ഈ ഡ്രൈവർമാർ ഇത് ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുമ്പോൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അവർ കൊടുക്കുന്ന മറുപടി എന്താണ്? നിങ്ങൾ ഇന്ന ഓഫീസിൽ പോകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഓടിക്കുകയാണോ? NHM ഓഫീസിൽ പോകണം, ആ നിലയിൽ ഉള്ള മറുപടിയാണ് ലഭിക്കുന്നതെന്നാണ് ഡ്രൈവർമാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. കാരണം 3-4 മാസം കൂടുമ്പോഴാണ് കുടിശ്ശിക വലിയ തോതിൽ വർദ്ധിക്കുമ്പോഴാണ് ഇവർ ഈ പണം ലഭിക്കാനായി ഇത്തരം ഓഫീസുകൾ കയറി ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള മറുപടി അവർക്ക് ലഭിക്കുന്നത്. NHM നിന്നും മതിയായ ഫണ്ട് ലഭിച്ചിട്ടില്ല എന്നുൾപ്പെടെയുള്ള മറുപടികൾ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലാണ് ഇവർ അകപ്പെടുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് മാത്രം 60 ടാക്സി ഡ്രൈവർമാർ ഈ ഇത്തരത്തിൽ മാതൃയാനം പദ്ധതിയിൽ സർവീസ് നടത്തുന്നുണ്ട്. വയനാട്, മലപ്പുറം, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലേക്കൊക്കെ ഇവർക്ക് സർവീസ് നടത്തേണ്ടതുണ്ട്. ഇന്ധനത്തിൻ്റെ വില വർധനവ് വലിയ പ്രതിസന്ധിയാണ് ഇവർക്ക് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം വാഹനത്തിൻ്റെ അടവ് കൃത്യമായി അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം ഈ പണം കൃത്യമായി ലഭിക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ആ നിലയിലുള്ള എല്ലാ പ്രതിസന്ധിയും അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതിയുമായി ഇവർ സഹകരിക്കുന്നത്. എന്നാൽ അവരെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല. മുൻകൂട്ടി ഈ ഓണം പോലുള്ള വിശേഷ ദിവസങ്ങളൊക്കെ വരുന്ന ഒരു കാര്യം മുൻകൂട്ടി തന്നെ സർക്കാർ സംവിധാനങ്ങൾക്ക് ആരോഗ്യവകുപ്പിനൊക്കെ അറിയാം. ആ ഘട്ടത്തിലേക്കെങ്കിലും മുഴുവൻ കുടിശ്ശികയും കൊടുത്തു തീർക്കുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടായില്ല എന്ന ഒരു പ്രയാസം തന്നെയാണ് ഈ ഡ്രൈവർമാർ പങ്കുവെക്കുന്നത്. മനു.